നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേവലം 2 കൊല്ലം മാത്രമാണ് കെ സുധാകരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് സംസ്ഥാനത്ത് ഒരു ക്യാബിനറ്റ് മന്ത്രിയെങ്കിലും ആയിട്ടുള്ളൂ. അതും വലിയ പ്രധാനപ്പെട്ട വകുപ്പൊന്നുമല്ല കൈകാര്യം ചെയ്തത്. വനം വകുപ്പ്, സ്പോർട്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുള്ള വകുപ്പുകളൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2001 മുതൽ 2004 വരെ 2.5 കൊല്ലമാണ് അദ്ദേഹം ആകെ മന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ളത്. 2009 അദ്ദേഹം കണ്ണൂരിൽ MP ആകുന്നത്. അതിന് കാരണമാകുന്നത് കണ്ണൂരിലെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അദ്ദേഹം MP ആകുന്നത്. 45,000-ഓളം വോട്ടുകൾക്ക് അന്ന് KK രാഗേഷിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂർ എന്ന ഉറച്ച ചെങ്കോട്ട കോൺഗ്രസിന് വേണ്ടി കെ സുധാകരൻ പിടിച്ചെടുക്കുന്നത്. അദ്ദേഹം കണ്ണൂർ ടൗൺ MLA ആയിരിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂർ ടൗൺ MLA ആയിരുന്നപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം രാജിവെച്ച ഒഴിവിൽ വേണ്ടി വന്നു. അന്ന് അബ്ദുള്ളക്കുട്ടി, AP അബ്ദുള്ളക്കുട്ടിയാണ് കോൺഗ്രസിലേക്ക് വന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ചത്. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി വായ്ക്ക് വെളിവില്ലാതെ തോന്നുന്നതും പറഞ്ഞ് നടന്ന് കൃത്യമായ ഒരു ബോധമൊന്നും ഇല്ലാതെ BJPക്ക് വേണ്ടി കുടൽവിളി ഊതുമ്പോൾ കൃത്യമായി AICC നേതൃത്വം മനസ്സിലാക്കേണ്ടത് സുധാകരൻ എന്തിൻ്റെ പേരിലാണ് ഇത്രയധികം വാശി പിടിക്കുന്നതെന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സ്ഥാനത്തും ഇരിക്കുന്നവരൊന്നും തന്നെ നിയമസഭയിൽ മത്സരിക്കരുത്, താൻ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താന് പൊട്ടൻ ലോട്ടറി അടിച്ചതുപോലെ കാസർഗോഡ് നിന്ന് ജയിച്ചതാണ്. അയാളുടെ തട്ടകം കാസർഗോഡ് പോലുമല്ല. അദ്ദേഹത്തിന് ഇനി ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നാൽ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. കുണ്ട്രയിൽ നിന്ന് തോറ്റിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് തോറ്റിട്ടുണ്ട്, പലയിടത്തു നിന്ന് തോറ്റിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയൊന്നുമില്ല. എന്നാൽ കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉള്ള CPIM കൊടികുത്തി വാഴുന്ന ഒരു ജില്ലയിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാൻ അവർക്ക് ഒരു ഭയവുമില്ലാത്ത, അവർ കാണിക്കുന്നതിന് ആരും ചോദിക്കാൻ പോലും ചെല്ലാത്ത ഒരു ജില്ലയിൽ അവരുടെ കൃത്യമായ സംവിധാനങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് MV രാഘവനും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കും 3 ടയർ സുരക്ഷ ഒരുക്കിയ നേതാവ് ആ സുധാകരൻ ചിലപ്പോൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വരും. കാരണം ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ സുധാകരൻ്റെ താഴെയാണ്. കെ സുധാകരനെ മര്യാദ പഠിപ്പിക്കാൻ തൽക്കാലം ഹൈക്കമാൻഡ് ബുദ്ധിമുട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെയെങ്കിൽ സുധാകരൻ മനസ്സ് വിചാരിച്ചാൽ കണ്ണൂരിൽ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ജയിച്ച് കയറില്ല. കേരളത്തിൽ പലയിടത്തും കോൺഗ്രസ് പൊളിഞ്ഞ് പണ്ടാരം അടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ കൃത്യമായി കെ സുധാകരന് ടിക്കറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ചെന്നിത്തലയ്ക്കും VDക്കും മാത്രമേ യോഗ്യതയുള്ളൂ. സുധാകരൻ കൃത്യമായി അദ്ദേഹം പൊളിറ്റിക്സ് പറഞ്ഞു തന്നെ പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിനെ വെറുതെ വേദനിപ്പിക്കുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പിന്നെ ഈ പാർട്ടി ഉണ്ടാവില്ല കേരളത്തിൽ.